അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5, 6, 7 പാഠങ്ങളുടെ റിവിഷനാണ് നോക്കാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളുടെ റിവിഷൻ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5, 6, 7 പാഠങ്ങളിൽ നിന്ന് ഏകദേശം 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ വരുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് കഴിഞ്ഞ പാഠങ്ങൾ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ പഠിക്കാൻ നേരത്തെ നമ്മൾ ചെയ്ത റിവിഷൻ വീഡിയോ നിങ്ങൾ കാണുക. ഇപ്പോൾ നമ്മൾ 5, 6, 7 പാഠങ്ങൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളുടെ റിവിഷനാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ബാങ്കും ഇഖാമത്തും. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ഡാഷ് എന്താണ്? ബാങ്കും ഇഖാമത്തും സുന്നത്താണെന്ന് ചോദ്യത്തിൽ തരും. അപ്പോൾ പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇനി രണ്ടാമത് വേറൊരു ചോദ്യം. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും ഡാഷ് എന്താണ്? സുന്നത്താണ്. മൂന്നാമത് വേറൊരു ചോദ്യം. ബാങ്കും ഇഖാമത്തും സുന്നത്താണ് ആർക്ക്? പുരുഷന്മാർക്ക്. എങ്ങനെ എഴുതുക? ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതാൻ പഠിക്കണം. ഉത്തരം എല്ലാവരും കാണാതെ പറയും, പക്ഷേ എഴുതുന്നിടത്താണ് പലർക്കും മിസ്റ്റേക്ക് സംഭവിക്കുക. അപ്പോൾ പുരുഷന്മാർക്ക് എങ്ങനെ എഴുതാൻ പഠിക്കുക? പുരുഷന്മാർക്ക്. അടുത്തത്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പൊ ചോദ്യം, ഇഖാമത്ത് മാത്രം സുന്നത്താണ് ആർക്ക്? സ്ത്രീകൾക്ക്. എങ്ങനെ സ്ത്രീകൾക്ക് എഴുതാ? സ് 0 കൊടുക്കണം, സുക്കൂന് കൊടുക്കണം, ത് സുക്കൂന് കൊടുക്കണം, റായിന് കസർ, പിന്നെ റിയാ. സ്ത്രീ കണ്ടോ? ഗ അല്ല ക ആണ്. കൾക്ക്, സ്ത്രീകൾക്ക്. മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക്. അടുത്തൊരു ചോദ്യം, സ്ത്രീകൾക്ക് ഡാഷ് സുന്നത്താണ്. ഏതാണ്? ഇഖാമത്ത്. അപ്പൊ ഇഖാമത്ത് എങ്ങനെ എഴുതുക? ഏത് കാഫാണ് ശ്രദ്ധിക്കുക. നമ്മൾ സാധാ കാഫല്ല, ഇഖാമത്ത്. പിന്നെ ബാങ്ക് എങ്ങനെ എഴുതുക? ഇങ്ക എങ്ങനെ എഴുതുക പഠിക്കുക. അടുത്തത് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, ഇത് ക്രമത്തിലാക്കാൻ. എങ്ങനെ ക്രമത്തിലാക്കുക? അതായത് ബാങ്ക് എല്ലാവരും പള്ളിയിൽ നിന്ന് കേൾക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ബാങ്ക് ഒന്ന് ചൊല്ലി നോക്കണം ആർക്കൊക്കെ ബാങ്ക് കിട്ടുന്നുണ്ട്. കാരണം ബാങ്ക് ക്രമത്തിലാക്കാൻ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഷുവറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പച്ച ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഉള്ളത് അതന്നെയാണ് ഇവിടെയും, അല്ലേ? ഇതിൻ്റെ അതേ കോപ്പിയാണ് ഇവിടെയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ്. കണ്ടോ? അപ്പോൾ ഓരോന്ന് 2 തവണ പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 2 വട്ടം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 വട്ടം, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് 2 വട്ടം, ഹയ്യാലൽ സ്വലാഹ് 2 വട്ടം, ഹയ്യാലൽ ഫലാഹ് 2 വട്ടം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 1 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 വട്ടം. കണ്ടില്ലേ? ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആദ്യം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തരും, പിന്നെ ഹയ്യാലൽ സ്വലാഹ് തരും, പിന്നെ ഹയ്യാലൽ ഫലാഹ്, പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തരും. അപ്പോൾ നിങ്ങൾ ക്രമത്തിലാക്കേണ്ടത് എങ്ങനെ? ആദ്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇതാണ് 1, അല്ലേ? പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 3, ഹയ്യാലൽ സ്വലാഹ് 4, ഹയ്യാലൽ ഫലാഹ് 5, പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 6, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് ഓർഡർ. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം, സുബഹി ബാങ്കിൽ പ്രത്യേകം പറയേണ്ടത്, സുബഹി ബാങ്കിൽ മാത്രം. ഏതാണ്? അസ്വലാത്തു ഖൈറും മിനന്നൗം. ഇത് പരീക്ഷയ്ക്ക് വരും, ഷുവർ. പക്ഷേ എഴുതുന്നത് എങ്ങനെ പഠിക്കുക? അസ്വലാത്തു എന്ന് എഴുതുമ്പോൾ കഴിഞ്ഞിട്ടൊരു ലാമുണ്ട്, കണ്ടോ? ലാമുണ്ട്. പിന്നെ സ്വാദാണ്. പിന്നെ അതിന് എന്ത് ചെയ്യണം? ഷദ്ദ് കൊടുക്കണം. തു എങ്ങനെ എഴുതുക? നമ്മളെ മുട്ടത്ത ആണ്. അസ്വലാത്തു ഖൈറുൻ മിനന്നൗം. കണ്ടോ? നൗം എങ്ങനെ എഴുതുക? ഇവിടെ അലിഫും ലാമും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ എഴുതി നോക്കണം. അസ്വലാത്തു ഖൈറുൻ മിനന്നൗം. പിന്നെ അസ്സലാത്തു ഖൈറുൻ മിനന്നൗം എന്തിനു ശേഷമാണ് പറയേണ്ടത്? ഹയ്യാലൽ ഫലാഹിന് ശേഷമാണ് അസ്സലാത്തു ഖൈറുൻ മിനന്നൗം പറയേണ്ടത്. അസ്സലാത്തു ഖൈറുൻ മിനന്നൗം ചൊല്ലുന്ന ബാങ്ക് ഏത് ബാങ്കാണ്? സുബഹ് ബാങ്ക്. സുബഹി ബാങ്കിൽ. കണ്ടില്ലേ?
അപ്പോൾ ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. അടുത്ത ഇഖാമത്തിൻ്റെ വചനങ്ങൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കൊടുക്കുന്നതാണ് ഇഖാമത്ത്. ഇത് നിസ്കാരത്തിൻ്റെ സമയമായ നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ ഇഖാമത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ അല്ലാഹു അക്ബർ പഠിച്ചില്ലേ, അതന്നെയാണ് ഇവിടെ. കണ്ട, അല്ലാഹു അക്ബർ. നേരത്തെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു, ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ, അപ്പോൾ അത് പഠിച്ചാൽ തന്നെ ഇത് കിട്ടും. അപ്പോൾ അവിടെ 2 വട്ടം പറയുന്നു, ഇവിടെ 1 വട്ടം പറയാം. 1, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 വട്ടം, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് 1 വട്ടം, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എല്ലാം 1 വട്ടം, ഹയ്യാല സ്വലാ 1 വട്ടം, ഹയ്യാലൽ ഫലാ 1 വട്ടം. ഇനി ഇഖാമത്തിൽ പ്രത്യേകം പറയാനുള്ളതാണ് ഈ ചുവപ്പ് കളറിൽ കൊടുത്ത്. എന്താണ്? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. അടുത്ത അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ബാങ്കിൻ്റെ അതേ കോപ്പി തന്നെയാണ് ഇഖാമത്തും. പിന്നെ എവിടെ വ്യത്യാസം വരുള്ളൂ? ഹയ്യാലൽ ഫലാ കഴിഞ്ഞിട്ട് ഒരു പുതിയ പറയണ്ട. എന്താണ്? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. പിന്നെ എല്ലാം 1 വട്ടാണ് പറയേണ്ടത്. ബാങ്കിൽ ഫുള്ള് 2 വട്ടാണ്. മനസ്സിലായില്ലേ? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ വരും. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, ഇഖാമത്തിൽ മാത്രം പറയുന്ന ദിക്ർ ഏതാണ്? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. എഴുതി പഠിക്കണേ. ഖാമത്തിന്റെ സ്പെല്ലിങ് നോക്കുക. കണ്ടില്ലേ? ഖാമത്ത്. സ്വലാത്തിന്റെ അലിഫും ലാമും വേണം. ഖദ് ഖാമത്തിസ് സ്വലാത്തു. കതും കാവും എന്ത് ചെയ്യാൻ പാടില്ല? ജോയിന്റ് ആക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇഖാമത്ത് എങ്ങനെ എഴുതുക പഠിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോവാം. കണ്ട, ക്രമത്തിലാക്കാം. കണ്ടില്ലേ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി അഷ്ഹദു അന്ന റസൂലുള്ളാഹി. ഇതാണോ ഫസ്റ്റ്? അല്ല. അല്ലാഹു അക്ബർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അല്ലേ. അടുത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് 2 അല്ലേ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി 3. ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ സ്വലാ 4. ഹയ്യാലൽ ഫലാ 5. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 6. മനസ്സിലായില്ലേ? അടുത്തത് ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ എഴുതി പഠിക്കണേ. ഇഖാമത്തിൽ മാത്രമുള്ള വചനം എന്താണ്? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. എഴുതാൻ പഠിക്കണം. അടുത്തത് സുബൈ ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്ത് എന്താണ്? അസ്വലാത്തു ഖൈറും മിനൻ നൗം. പിന്നെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും, അസ്സലാത്തു ഖൈറും മിനൻ എത്ര തവണ പറയണം? 2. അടുത്ത ഖദ് ഖാമത്തിസ് സ്വലാ എത്ര തവണ പറയണം? 1. ഇത് ഒറ്റ ഒന്നായിട്ട് കൂട്ടണേ കേട്ടോ. ഇത് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ 2ആണ്. ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. അപ്പോൾ നമുക്ക് 2 എന്നാ ഉത്തരം കേട്ടോ. 1 അല്ല, 2 ഉത്തരം. ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ. അടുത്തത് ഇഖാമത്തിൽ മാത്രം സുന്നത്തുണ്ട്. ആർക്കാണ്? സ്ത്രീകൾക്ക് എങ്ങനെ എഴുതുക പഠിക്കുക കേട്ടോ. സ്ത്രീകൾക്ക്. കണ്ടില്ലേ? ഞാനീ പറഞ്ഞത് ഈ പാഠത്തിന് ചോദ്യം വരുള്ളൂ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. നമുക്ക് നിസ്കരിക്കാം. ഇവിടെ നിസ്കാരത്തിന്റെ ക്രമമാണ് പറയുന്നത്. കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക. കണ്ടില്ലേ? അപ്പോൾ ഒരു ചോദ്യം, ആരാണ് നിന്ന് നിസ്കരിക്കേണ്ടത്? കഴിയുന്നവർ ഡാഷ് എന്താണ്? നിന്ന് നിസ്കരിക്കുക. അപ്പോൾ നിന്ന് നിസ്കരിക്കുക ആര്? കഴിയുന്നവർ. എങ്ങനെ കഴിയുന്നവർ എഴുതുക? പഠിച്ചോ? അടുത്തത് എന്താണ്? നിന്ന് നിസ്കരിക്കുക. അടുത്തെന്താണ്? നിയ്യത്ത് ചെയ്യുക. അപ്പോൾ ഇത് ക്രമത്തിലാക്കാൻ വരും. നിസ്കാരത്തിന്റെ ക്രമം തെറ്റിച്ചിട്ട് ചോദ്യം തന്നിട്ട് ക്രമത്തിലാക്കാൻ വരും. ഷുവർ ചോദ്യമാണ്, ഉറപ്പാണ്. അടുത്തത് എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഇത് കാണാതെ പഠിക്കണം. ഉസ്വല്ലി ഫർളൽ ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല. നിർബന്ധമായും കാണാതെ പഠിക്കണം കേട്ടോ. അടുത്തത് ളുഹ്ർ എന്ന ഫർള് 4 റകഅത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇത് നിങ്ങൾ ചൊല്ലിയിട്ട് ഇത് 2 കാണാതെ പഠിക്കുക. അടുത്ത എന്താണ്? അല്ലാഹു അക്ബർ. നമ്മൾ നിയ്യത്ത് ചെയ്ത അടുത്ത പണി എന്താണ്? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതോടുകൂടി 2 കൈകളും ഉയർത്തിയ ശേഷം നെഞ്ചിന്റെ താഴെ വെക്കുക. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. എന്ത്? 2 കൈകളും ഉയർത്തിയ ശേഷം ഡാഷ് എന്താണ്? എവിടെയാണ് വെക്കേണ്ടത്? നെഞ്ചിന്റെ. എങ്ങനെ നെഞ്ചിന്റെ എഴുതുക? നേ എഴുതിയിട്ട് ഏതക്ഷരാണ്? ഞാണ്. ഞാക്ക് 0 കൊടുക്കുക. പിന്നെ ചിയാണ്, ചി അല്ലേ. നെഞ്ചി 3 അടിയിൽ 3 പുള്ളി. നെഞ്ചിന്റെ. എങ്ങനെ എഴുതുക? ശരിക്കും ശ്രദ്ധിക്കുക. എല്ലാവരും എന്ത് ചെയ്യണം? കാണാതെ എഴുതി നോക്കണം. നെഞ്ചിന്റെ താഴെ വെക്കുക. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടത്? കണ്ടില്ലേ? ഫോട്ടോത്തിൽ കണ്ടില്ലേ? നെഞ്ചിന്റെ താഴെ അഥവാ ഹാർട്ടിന്റെ താഴെയാണ് വെക്കേണ്ടത്. അടുത്തത് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് പരീക്ഷയ്ക്ക് വരും. എന്താണ്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ.
ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഇത് കാണാതെ പഠിച്ചേ മതിയാകും. അപ്പോൾ ഈ പാഠത്തിൽ ഒരുപാട് കാണാതെ പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്? ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതുക. അപ്പം നിങ്ങൾക്ക് ക്രമം ഓർമ്മ വേണം. എന്തൊക്കെയാണ് ക്രമം? ആദ്യം കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക, നിയ്യത്ത് ചെയ്യുക, പിന്നെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, വജ്ജഹത്ത് ഓതുക, പിന്നെ ഫാത്തിഹ ഓതുക. വജ്ജഹത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓതുന്ന ഫാത്തിഹ ഓതുക. ഇവിടെ ഒരുപാട് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫാത്തിഹയുടെ തുടക്കത്തിൽ ഡാഷ് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എഴുതി പഠിക്കുക. അത് പരീക്ഷയ്ക്ക് വരും 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 എന്ന് പറഞ്ഞാൽ വരും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫാത്തിഹയുടെ തുടക്കത്തിൽ ഡാഷ് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും ഫാത്തിഹയുടെ അവസാനം ആമീൻ എന്നും പറയുക. ഇവിടെ രണ്ട് രൂപത്തിൽ ചോദ്യം വരും. ഫാത്തിഹയുടെ അവസാനം ഡാഷ് എന്താണ്? ആമീൻ. ആമീൻ എഴുതി പഠിക്കുക. ഒരു 3 വട്ടെങ്കിലും ആമീൻ എഴുതട്ടോ. ഒരുപാട് തെറ്റ് വരും ആമീൻ എഴുതുന്ന സമയത്ത്. അടുത്ത ആമീൻ പറയണം എപ്പോൾ? ഫാത്തിഹയുടെ അവസാനം. അടുത്ത അഊദു ഓതണം എപ്പോൾ? ഫാത്തിഹയുടെ തുടക്കത്തിൽ. അങ്ങനെയും ചോദ്യം വരും. ഇങ്ങനെയും ചോദ്യം വരും. ഫാത്തിഹയുടെ തുടക്കത്തിൽ ഡാഷ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫാത്തിഹയുടെ അവസാനം ഡാഷ് ആമീൻ. അപ്പോൾ തിരിച്ചും ചോദ്യം വരാറുണ്ട്. അടുത്തത് സൂറത്ത് ഓതുക. ക്രമം നിർബന്ധമായും പഠിക്കണം. ക്രമം ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഫാത്തിഹ ഓതുക, അതിനുശേഷം സൂറത്ത് ഓതുക. എപ്പോഴാണ് സൂറത്ത് ഓതേണ്ടത്? ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ നിസ്കാരത്തിലാണെങ്കിലും ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ സൂറത്ത് ഓതേണ്ടുള്ളൂ. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇത് ഇവിടെ മുതൽ ഇവിടം വരെ കാണാതെ കിട്ടണം നിങ്ങൾക്ക്. ആദ്യത്തെ. ഇനി എങ്ങനെ ആദ്യത്തെ എഴുതി നോക്കുക? ആ കഴിഞ്ഞിട്ട് ദ് ആണ്, ദ്, പിന്നെ യ. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. ഇവിടെ ചോദ്യം വരെ എങ്ങനെയാണ്? സൂറത്ത് ഓതേണ്ടത് എപ്പോൾ, അല്ലെങ്കിൽ എത്രാമത്തെ റക്അത്തിൽ, അല്ലെങ്കിൽ എത്ര റക്അത്തുകൾ, ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പം ഇത് നിങ്ങൾ കാണാതെ പഠിച്ച നിങ്ങൾ ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതുക? ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. എപ്പോഴാണ് സൂറത്ത് ഓതുന്നത്? ഫാത്തിഹയ്ക്ക് ശേഷം, മുമ്പ്. തെറ്റ് തിരുത്താൻ വരും. ഫാത്തിഹയ്ക്ക് ശേഷം. അടുത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താണ്? റുകൂഅ് ചെയ്യുക. റുകൂഅ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി. ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എഴുതാൻ വരും, എന്തായാലും വരും എന്ന് 3 തവണ ചൊല്ലുക. എത്ര തവണ ചൊല്ലണം? 3 തവണ. പിന്നെ റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. കാണാതെ പഠിക്കുക. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക. നിസ്കരിക്കാൻ പോകുന്നത് കണ്ടോളൂ. ഫസ്റ്റ് നിയ്യത്ത് ചെയ്തു, പിന്നെ തക്ബീർ. കണ്ടില്ലേ? തക്ബീർ. ഇനി വജ്ജഹത്ത് ഓതുക. കൈ വെച്ചത് നെഞ്ചിന്റെ താഴെ. കണ്ടില്ലേ? വജ്ജഹത്തു. ഇനി അത് കഴിഞ്ഞിട്ട് വജ്ജഹത്ത് കഴിഞ്ഞാൽ അടുത്ത് ഫാത്തിഹ ഓതുക. കണ്ടില്ലേ? ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്ത് ഓതുക. ഇതാ കണ്ടോ? സൂറത്ത് ഓതി. അടുത്ത റുക്കോയിലേക്ക് പോകുന്ന കണ്ടോ? അപ്പൊ സൂറത്ത് ഓതി. ഇനി അല്ലാഹു അക്ബർ ചൊല്ലുക. എന്നിട്ട് റുക്കൂല്. അപ്പൊ ഇതാണ് ഇതിന്റെ ക്രമം. എല്ലാവരും ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കാമോ?
അപ്പോൾ നിസ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് എഴുതണം. നമ്മൾ പഠിച്ച എന്താണ്? കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക എന്നല്ലേ. അപ്പോൾ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം? കണ്ടോ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട. ഫാത്തിഹയുടെ മുമ്പ് എന്താ ചൊല്ലേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. പിന്നെ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? വജ്ജഹത്ത് ഓതണം. അപ്പോൾ പിന്നെ അല്ലാഹു അക്ബർ ചൊല്ലണം. പിന്നെ ഉസല്ലി ഫർള അത് നിയ്യത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതണം ഏതൊക്കെ? അല്ലാഹു അക്ബർ ചൊല്ലണം, വജ്ജഹത്ത് ഓതണം, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫാത്തിഹയുടെ മുമ്പ് എന്തൊക്കെ ചെല്ലണം. അടുത്ത ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? എന്താണ് പറയേണ്ടത്? ആമീൻ എന്ന് പറയണം. അടുത്ത മനപ്പാഠം പഠിക്കാം. ക്രമത്തിലാക്കാം. ഇത് പരീക്ഷയ്ക്ക് വരും, ഞാൻ പറയുന്നു. ഷുവർ ചോദ്യമാണ്. ഇത് വരും ക്രമത്തിലാക്കാൻ. റുക്കൂ, നിയ്യത്ത്, ഫാത്തിഹ ഓതൽ. ഏതാ ഫസ്റ്റ്? നിയ്യത്ത്. 2 ഏതാണ്? ഫാത്തിഹ. 3 റുക്കൂ. ഇത് നിങ്ങൾക്ക് ക്രമം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ കാണിച്ചു തന്ന വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണുക. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, പിന്നെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഫസ്റ്റ് ചിത്രം കണ്ടില്ലേ? എന്താണ് ഇവിടെ? എന്താണ്? നിൽക്കാൻ കഴിവുള്ള നിൽക്കുന്നു. രണ്ടാമത് നിയ്യത്ത് ചെയ്യുന്നു, പിന്നെ അല്ലാഹു അക്ബർ ചൊല്ലുന്നു, എന്നിട്ട് വജ്ജഹത്ത് ഓതുന്നു, പിന്നെ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുക, റുക്കൂ. ഇവിടെ ഇങ്ങനെ ഒരു വലിയ കളറിൽ കൊടുത്തിട്ടുണ്ട്, ബാർ കണ്ടിട്ട്. ഈ ബാറിൽ ഉള്ളതാണ് ക്രമത്തിലാക്കാൻ വരിക. കഴിയുന്നവർ നിസ്കരിക്കുക, നിയ്യത്ത് ചെയ്യുക, അല്ലാഹു അക്ബർ ചൊല്ലുക, വജ്ജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുക്കൂ ചെയ്യുക. അപ്പോൾ ഇത് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 അപ്പോൾ ഈ 7 ക്രമത്തിൽ പഠിക്കണം. അപ്പോൾ എങ്ങനെ ക്രമത്തിൽ പഠിക്കുക? ഇത് ചൊല്ലി നോക്കുക, ഇതും ചൊല്ലുക, എന്നിട്ട് ഇത് പൊത്തി പിടിക്കുക, എന്നിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ എല്ലാം പൊത്തി പിടിച്ചിട്ട് ചൊല്ലി നോക്കുക. അങ്ങനെ ഈ പാഠം പഠിക്കുക. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു റക്അത്ത് പൂർത്തിയാക്കാം. അപ്പം നിസ്കരിക്കാൻ അറിയാം, എല്ലാവരും നിസ്കരിക്കാൻ പഠിക്കണം. നിസ്കരിക്കാൻ പഠിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ നിസ്കാരത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ റുക്കൂ ചെയ്തു, ആ ഉസ്താദ് റുക്കൂ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? എഴുത്തിദാലിലേക്ക് പോവാണ്. എഴുത്തിദാലിലേക്ക് പോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നാണ് ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് പറയേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. കണ്ടോളൂ, ഇതിനാണ് എഴുത്തിദാൽ എന്ന് പറയുക. ഇങ്ങനെ കുനിഞ്ഞിട്ട് മേലോട്ട് ഉയർന്നതിനാണ് എന്ത് പറയുക? എഴുത്തിദാൽ എന്ന് പറയുക. എഴുത്തിദാലിൽ ചൊല്ലേണ്ടതാണ് റബ്ബന ലക്കൽ ഹംദു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ അല്ലാഹു അക്ബർ. എവിടേക്കാ പോകുന്നത്? ഇതിനാണ് സുജൂദ് എന്ന് പറയുക. ഇങ്ങനെ കുനിഞ്ഞ് നെറ്റിയൊക്കെ നിലത്ത് വെക്കുന്നതിനാണ് എന്ത് പറയുക? സുജൂദ് എന്ന് പറയുക. സുജൂദ്. ഇനി സുജൂദിന് എണീക്കും. ഇതിനാണ് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്ന് പറയും. റബ്ബി ഗഫിർലി. കണ്ടോ? പിന്നെ വീണ്ടും സുജൂദുക്ക് പോയി. സുബ്ഹാൻ. അപ്പൊ 2 വട്ടം സുജൂദ് ചെയ്യണം. 2 വട്ടം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റക്അത്ത് പൂർത്തിയായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ പാഠത്തിൽ 7 കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ അടുത്ത് നോക്കാം 8. എഴുത്തിദാൽ ചെയ്യുക. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. ഹമിദഹു എന്നുണ്ടാവും, പക്ഷെ ഹമിദ എന്നാണ് നമ്മൾ വായിക്കുക. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ ഇത് കാണാതെ പഠിക്കണം. എന്ന് പറഞ്ഞു റുക്കൂഇന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ ചോദ്യം വരും, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു റുക്കൂഇന്റെ ഡാഷ് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തുക. കാണാതെ പഠിക്കണം. ഇത് എഴുതാനും പഠിക്കണം, എഴുത്തിദാൽ എഴുതാനും പഠിക്കണം. ഇത് 3 ഇവിടെ എഴുതാൻ പഠിക്കണം, കാണാതെ പഠിക്കണം. എഴുത്തിദാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അവസ്ഥയിലേക്ക് എത്തുക. അടുത്തത് എഴുത്തിദാലിൽ എന്താ വേണ്ടത്? റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശീത മിൻ ഷൈഇൻ ബഅദ്. ഇതൊക്കെ നിർബന്ധമായും പഠിക്കണം കേട്ടോ, കാണാതെ പഠിച്ചേ മതിയാകൂ. അടുത്ത എഴുത്തിദാൽ കഴിഞ്ഞാൽ ഉസ്താദിന്റെ വീഡിയോയിൽ നമ്മൾ കണ്ടു സുജൂദാണ് ചെയ്യുന്നത്. ഇതാണ് സുജൂദിന്റെ ഫോർമാറ്റ്. ചിത്രം തന്നിട്ട് ക്രമത്തിലാക്കാനും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരും കേട്ടോ. സുജൂദ് ചെയ്യുക. എഴുത്തിദാൽ കഴിഞ്ഞാൽ സുജൂദ്. ഇതാണ് എഴുത്തിദാൽ, ഇതാണ് സുജൂദ്. ഓർത്തു കണ്ടോ? ഈ ചിത്രം കണ്ടില്ലേ? സുജൂദ് ചെയ്യുക. സുജൂദിൽ എന്താ പറയണത്? എങ്ങനെ സുജൂദ് എഴുതുക ശ്രദ്ധിക്കുക. സുജൂദ് എങ്ങനെ എഴുതുക? അടുത്ത് സുജൂദിൽ എന്താ പറയേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. എത്ര തവണ പറയണം? 3 3 3. ഓക്കെ. അടുത്ത സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ 7 അവയവങ്ങളാണ് നിലത്ത് വെക്കേണ്ടത്. എത്ര? 7 കേട്ടോ. ഏതൊക്കെ? നെറ്റി, മൂക്ക്. അപ്പൊ എത്രയായി? 2 മുൻകൈയിന്റെ പള്ളകൾ. അപ്പൊ എത്രയായി?
രണ്ട് മുൻകൈയിൻ്റെ പള്ളകളാവുമ്പോൾ 2, ഇവിടെ 2, 4. 2 മുൻകൈയില്ല, ഒരു കൈയല്ല 2 കൈ, അപ്പം എത്രയായി? 4. അടുത്തത് 2 കാൽമുട്ടുകൾ, അപ്പം എത്രയായി? 6. 2 പാദങ്ങളുടെ വിരലുകൾ, അപ്പം എത്രയായി? 8ആയി അല്ലേ? ശരിക്കും 8 ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മൂക്ക് എണ്ണാറില്ല, അപ്പോൾ മൂക്കും കൂടി കൂട്ടിയാൽ എത്രണ്ണാണ്? 8 എണ്ണമാണ്. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളും നിലത്ത് വെക്കേണ്ടാത്ത അവയവങ്ങളും തന്നിട്ട് നിങ്ങളോട് അതിൽ നിന്ന് വേർതിരിക്കാനും പറയും, അല്ലെങ്കിൽ തെറ്റ് ശരിയാക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ നമ്മൾ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ ഏതാണെന്ന് ആലോചിക്കാൻ നമ്മൾ സുജൂദിൽ ഈ കിടക്കുന്ന ചിത്രം അങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ടില്ല എന്തൊക്കെ വെച്ചിട്ടുണ്ട്? നെറ്റി, മൂക്ക്, 2 മുൻകൈകൾ, 2 മുട്ടുംകാല്, 2 കാലിൻ്റെ വിരലുകളുടെ പള്ള, പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. കണ്ടില്ലേ? വിരലുകളുടെ പള്ളകൾ, പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ, അങ്ങനെ തന്നെ പഠിക്കണം. പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ, 2 കാൽമുട്ടുകൾ. ഇനി ഇതിൽ പിന്നെ നെറ്റിയാണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഇനി ഇതിൽ വെക്കാത്തത് എന്താ ഉള്ളത്? മടമ്പ്. മടമ്പ് വെച്ചിട്ടില്ലല്ലോ. ഇതാണ് മടമ്പ്. മടമ്പ് വെച്ചിട്ടുണ്ടോ? ഇല്ല. വിരലുകളുടെ പള്ള വെച്ച്. കാലിൻ്റെ അടിഭാഗം വെച്ചിട്ടുണ്ടോ? ഇല്ല. ഊര വെച്ചിട്ടുണ്ടോ? ഇല്ല. തലയുടെ പിൻഭാഗം വെച്ചിട്ടുണ്ടോ? ചെവി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ വയറ് വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാം. വെക്കുന്നതും വെക്കാത്തതും തന്നിട്ട് നിങ്ങളോട് വെക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടണം, 8 എണ്ണം പറയാൻ കിട്ടണം. അപ്പം നമ്മൾ തലയിൽ നമ്മൾ എന്തൊക്കെ വെക്കുന്നത് ആലോചിച്ചാൽ മതി. ഈ ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങും ആ ചോദ്യത്തിന്. അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത കാര്യങ്ങൾ നമുക്ക് പോവാം. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്ന് പറഞ്ഞാൽ സുജൂദിൽ നിന്ന് എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കണം. അതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു, അതാണ് ഇരുത്തം. ഇത് കണ്ടില്ലേ? ഇരുത്തം കണ്ടില്ലേ? എന്താണ് ഇതിൽ ചെല്ലേണ്ടത്? റബ്ബി ഗുഫിർലി വർഹംനി വജുബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അലിഫ് ഉണ്ടാവും. ഇവിടെയൊക്കെ കണ്ടില്ലേ? അലിഫ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വാർഹംനി വാജുബുർനി എന്ന് വായിക്കരുത്. ഈ അലിഫ് നമ്മളിവിടെ വായിക്കൂല. ഇപ്പുറത്ത് സുക്കൂൻ വന്നാൽ ഈ അലിഫ് വായിക്കൂല. അപ്പോൾ റബ്ബി ഗുഫിർലി വർഹംനി വജുബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാതെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഹിഫ്ള് പരീക്ഷയ്ക്ക് ഇതൊക്കെ കാണാതെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പാഠത്തിൽ ഫിഖ്ഹിൽ 5, 6, 7 പാഠങ്ങൾ കുറേ കാണാതെ പഠിക്കാനുണ്ട്. ഇപ്പം മുതലേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അടുത്ത വീണ്ടും സുജൂദ് ചെയ്യുക. അടുത്ത എന്താണ്? 2 സുജൂദ് കഴിഞ്ഞാൽ വീണ്ടും സുജൂദ് ചെയ്യുക. ഇനി അടുത്ത് ഇവിടെ തുമഇനീനത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവാറുണ്ട്. എന്താണ് തുമഇനീനത്ത്? എന്താ വായിക്കുക? തുമഇനീനത്ത്. റുക്കൂ, എഴുത്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം. എത്ര സ്ഥലത്താണ്? 4. തുമഇനീനത്ത് എത്ര സ്ഥലത്താണ്? 4 സ്ഥലത്ത്. അനക്കം അടങ്ങണം, ഇതിന് തുമഇനീനത്ത് എന്ന് പറയും. അപ്പൊ റുക്കൂവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ സൈലന്റ് ആവണം. എന്ന് പറഞ്ഞാൽ സൈലന്റ് ആവണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചു നേരം സ്റ്റോപ്പ് ആവണം. എഴുത്തിദാല് എന്ന് പറഞ്ഞാൽ അവിടെ എഴുത്തിദാലിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് കുറച്ചു നേരം എന്താവണം? സ്റ്റോപ്പ് ആവണം. 2 സുജൂദിൽ സ്റ്റോപ്പ് ആവണം. ചില ആളുകളില്ലേ ഇങ്ങനെ സുജൂദ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നു അല്ലെ, റുക്കു ചെയ്ത് ഇങ്ങോട്ട് പോരുന്നേ, ഇങ്ങനെ കോഴി തോണ്ടുന്ന പോലെ പെട്ടെന്ന് ചെയ്താൽ എന്താവൂല? അവിടെ തുമഇനീനത്ത് ഉണ്ടാവില്ല. തുമഇനീനത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താവില്ല? നിസ്കാരം ശരിയാവില്ല. അപ്പോൾ എവിടേക്കാണ് തുമഇനീനത്ത് വേണ്ടത്? 4 സ്ഥലത്ത്. റുക്കൂ, എഴുത്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം. പഠിച്ചില്ലേ? എന്താണ് തുമഇനീനത്ത്? തുമഇനീനത്തിന്റെ അർത്ഥമാണ് അനക്കം അടങ്ങണം. ആ അനക്കം അടങ്ങണം, ഇതിന് തുമഇനീനത്ത് എന്ന് പറയുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് തുമഇനീനത്ത്? റുക്കൂ, എഴുത്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം, ഇതിന് തുമഇനീനത്ത് എന്ന് പറയുന്നു. അടുത്ത 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. നിർബന്ധമായും പഠിക്കുക. കാരണം അത് പരീക്ഷയ്ക്കില്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാവാറില്ല. എപ്പോഴാണ് ഒരു റക്അത്ത് പൂർത്തിയാവുക? 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോട് ഒരു റക്അത്ത് പൂർത്തിയായി. അപ്പൊ നമ്മൾ സുബൈ എത്ര റക്അത്താന്ന് പറയും? 2 റക്അത്ത്. അപ്പോൾ ഒരു റക്അത്ത് എപ്പോഴാണ് പൂർത്തിയാവുക? 2ാമത്തെ സുജൂദിൽ നിന്ന് ഉയർന്ന് നമ്മൾ ഇങ്ങോട്ട് മേലോട്ട് വരും. അല്ലാഹു അക്ബർ, മേലോട്ടെത്തി. അങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുക? അപ്പോഴാണ് ഒരു റക്അത്ത് പൂർത്തിയാവുക. അപ്പൊ എപ്പോഴാണ് ഒരു റക്അത്ത് പൂർത്തിയാവുക? 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നതാണ്. ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കാം. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? ഞാൻ പറഞ്ഞില്ല പരീക്ഷയ്ക്ക് വരുന്നു. ഇതാണ് സമി അല്ലാഹു ലിമൻ ഹമിദ. അടുത്ത എഴുത്തിദാലിൽ നാം എന്ത് ചൊല്ലണം? റബ്ബനാ ലക്കൽ ഹംദു. കാണാതെ പഠിക്കുക കേട്ടോ. ഇത് ഫുള്ള് കാണാതെ പഠിക്കണം. അത് ഞാൻ പറഞ്ഞില്ല, കുറെ കാണാതെ പഠിക്കാണ്ട്. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏവ?
ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ചിത്രം ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, നെറ്റി അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അടുത്തത് പിന്നെ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നെറ്റി എങ്ങനെ എഴുതുക, എഴുതുന്നത് പഠിക്കുക. മൂക്ക്, രണ്ട് മുൻകൈയിൻ്റെ പള്ള എങ്ങനെ എഴുതി നോക്കുക, പള്ളകൾ, മുൻകൈയിൻ്റെ എങ്ങനെ എഴുതി നോക്കുക. പിന്നെ മുട്ടുകൾ, എങ്ങനെ മുട്ടുകൾ എഴുതി നോക്കുക, മുട്ടുകൾ, പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ, അത് എഴുതാൻ പഠിക്കുക. അടുത്ത ചോദ്യം, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ എന്ത് ചൊല്ലണം? എന്താണ്? റബ്ബി ഗഫിർലി വർഹംനി. അടുത്ത് നോക്കുക, തുമഇനീനത്ത് എന്താണ്? അനക്കം അടങ്ങുക. തുമഇനീനത്തിൻ്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തുമഇനീനത്തിൻ്റെ സ്ഥലങ്ങൾ റുക്കൂ, ഇഅ്തിദാൽ, രണ്ട് സുജൂദ്, ഇടയിലിരുത്തം. അടുത്ത പൂർത്തിയാക്കാം. സുബ്ഹാന റബ്ബിയൽ, ഇതേതാ ചിത്രം നോക്ക്, സുജൂദാണ്. അപ്പൊ സുബ്ഹാന റബ്ബിയൽ ആയില, കണ്ടോ? അപ്പൊ ആയില എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, കണ്ടില്ലേ? ഇത് രണ്ട് തെറ്റിക്കും നിങ്ങൾ. സുബ്ഹാന റബ്ബിയൽ ആയില, ഇവിടെ സുബ്ഹാന റബ്ബിയൽ അദീം. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ഈ രണ്ട് വാക്കുകൾ പരീക്ഷയ്ക്ക് എഴുതാൻ വരാറുണ്ട്. അടുത്തത് ഇവിടെ കണ്ടോ, ഇത് റുക്കു ആണ്. അപ്പൊ ഏതാ വേണ്ടി? സുബ്ഹാന റബ്ബിയൽ അദീം, ഇതാണ് വേണ്ടി, അദീം. എങ്ങനെ എഴുതാ പഠിക്കട്ടോ. അടുത്തത് ശരി അടയാളപ്പെടുത്തുക. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നാം ചൊല്ലണം റുക്കുയിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ഇതിലേക്ക് പോകുമ്പോൾ, പിന്നെ റുക്കുയിൽ നിന്ന് ഉയരുമ്പോൾ, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ. ഏതാ ശരി? റുക്കുയിൽ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് ഉയരുമ്പോൾ, അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് ഉയരൂലേ, അങ്ങോട്ടാണ്. അപ്പോഴാണ് എന്ത് പറയേണ്ടത്? സമി അല്ലാഹു ലിമൻ ഹമിദ. അടുത്ത റബ്ബനാ ലക്കൽ ഹംദു ബിൽ അസ്മാഇ എന്ന് നാം ചൊല്ലണം റുക്കുയിൽ, ഇഅ്തിദാലിൽ, സുജൂദിൽ. ഏതിലാണ്? ഇഅ്തിദാലിൽ. അടുത്ത നമ്പർ ഇട്ട് ക്രമീകരിക്കാം. കണ്ടില്ലേ? ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും, നിർബന്ധമായ ചോദ്യമാണ് ഇത്, എല്ലാവരും പഠിക്കുക. റബ്ബി ഗഫിർലി, എവിടെ? റബ്ബി ഗഫിർലി, കണ്ടില്ലേ? ഇതാണ് 1, 2 റബ്ബി ഗഫിർലി. വർഹംനിയുടെ വർഹംനി 3, പിന്നെ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി 4, വജ്ബുർനി വർഫാനിയുടെ വർഫാനി 5, വർസുഖ്നി 6, വഹ്ദിനി 7, വആഫിനി 8. കണ്ടില്ലേ? അപ്പോൾ അത് എല്ലാവരും കാണാതെ പഠിക്കുക. പിന്നെ ഈ ക്രമത്തിലാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചിട്ടോ, ഇതല്ല ക്രമത്തിലാക്കാൻ. പരീക്ഷയ്ക്ക് നിർബന്ധമായും വരിക ഏതാണെന്നറിയോ? ഇത് ക്രമത്തിലാക്കാൻ പരീക്ഷയ്ക്ക് ഷുവർ ചോദ്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ 6ാമത്തെ പാഠം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പെട്ടിയിൽ വരുന്ന, ഈ പെട്ടിക്ക് നേരെ വരുന്ന വാക്കുണ്ടല്ലോ, ഇത് മൊത്തം നോട്ടിലേക്ക് എഴുതുക. അടുത്ത പെട്ടി എഴുതുക, അടുത്ത പെട്ടി, ഓരോ പെട്ടിൻ്റെയും നേരെ ഉള്ളത് മൊത്തം എഴുതുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്രമം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫിഖ്ഹിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.